ഒറ്റപ്പാലം നഗരസഭയ്ക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ്. ഭരണകർമ്മസേനയ്ക്ക് രൂപം കൊടുത്ത സമയത്ത് തന്നെ ഇതിന്റെ അപകടത്തെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനായ നമ്മുടെ പാലക്കാട് ജില്ലക്കാരൻ കൂടിയാണ്. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അതുപോലെ മുഖ്യമന്ത്രിക്ക് എല്ലാം നമ്മൾ നിവേദനം കൊടുക്കുകയുണ്ടായി. എന്നാൽ പരിഗണിക്കാം എന്നൊരു വാക്ക് പറയുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ചേംബർ ഓഫ് കൊമേഴ്സ് ഒറ്റപ്പാലവും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി ഒറ്റപ്പാലം നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഹരിതകർമ്മസേന രൂപീകരണ സമയത്ത് തന്നെ ഇതിലെ അപാകതകൾ വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും പരിഹരിക്കാൻ ഭരണകൂടം തയ്യാറായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാര സ്ഥാപനങ്ങളുടെ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കി നൽകാൻ 1 വർഷത്തെ ഹരിതകർമ്മസേന ഫീസ് അടയ്ക്കണമെന്ന മുനിസിപ്പൽ അധികൃതരുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിറ്റ് സമരത്തിനിറങ്ങിയത്. അമിതമായ തൊഴിൽ നികുതി ഏർപ്പെടുത്തിയ പ്രഹരത്തിന് പുറമെയാണ് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് മുനിസിപ്പാലിറ്റികൾ ഹരിതകർമ്മസേന യൂസർ ഫീ എന്ന പേരിൽ തീവെട്ടിക്കൊള്ള നടത്തുന്ന വ്യാപാരികൾ പറയുന്നു. ഹരിതകർമ്മസേനയ്ക്കോ അവർ എടുക്കുന്ന തൊഴിലിനോ വേതനം നൽകുന്നതിന് വ്യാപാരി സംഘടന എതിരല്ല. പൂർണ്ണമായും സഹകരിക്കാനും തങ്ങൾ തയ്യാറാണ്. എന്നാൽ വേസ്റ്റ് ഇല്ലാത്ത കടകൾ പോലും നിർബന്ധമായും മാസം 150 രൂപ വെച്ച വർഷത്തിൽ 1800 രൂപ അടയ്ക്കണമെന്ന നിയമത്തിനെതിരെയാണ് വ്യാപാര സമൂഹത്തിന്റെ എതിർപ്പ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കുക, അത് ഹരിതകർമ്മസേനയ്ക്ക് മാസം 150 രൂപ നൽകി കൊടുക്കുക എന്ന നയത്തിനെതിരെയാണ് ഈ സമരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് സലീം സ്വാഗതം പറഞ്ഞ ധർണയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. ബഷീർ, ദിലീപ് കുമാർ, സുന്ദരൻ, മുസ്തഫ, ഭാസ്കരൻ, അലി, ഉണ്ണികൃഷ്ണൻ, പ്രീത തുടങ്ങിയവർ ധർണയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ ധർണയ്ക്ക് നന്ദി പറഞ്ഞു.